MV ഹോണ്ടിയസ് എന്ന ആഡംബര കപ്പലിൽ പടർന്നു പിടിക്കുന്ന ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 പേർ മരണപ്പെട്ടു. കപ്പലിൽ നിലവിൽ 3 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 5 പേർക്ക് രോഗബാധ ഉള്ളതായി സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് നിലവിൽ അവർ ഐസൊലേഷനിലുമാണ്. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന 3 രോഗികളെ അടിയന്തരമായി നെതർലൻഡ്സിലെ വിദഗ്ധ ആശുപത്രികളിലേക്ക് മാറ്റി. കേപ്പ് വെർഡയിൽ വെച്ച് ഒരു ബ്രിട്ടീഷ് പൗരൻ, ഒരു ഡച്ച് പൗരൻ, ഒരു ജർമ്മൻ പൗരൻ എന്നിവരെയാണ് 2 പ്രത്യേക വിമാനങ്ങളിലായി മാറ്റിയത്. ഇതിൽ ഒരാൾക്ക് ലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. ഇതിനിടെ കപ്പലിൽ യാത്ര ചെയ്ത് തിരിച്ചെത്തിയ ഒരാൾക്ക് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇദ്ദേഹം നിലവിൽ ഐസൊലേഷനിലാണ്. ഏപ്രിൽ 1-നാണ് കപ്പൽ അർജന്റീനയിൽ നിന്ന് യാത്ര തിരിച്ചത്. ഏപ്രിൽ 11-നാണ് ആദ്യ മരണം കപ്പലിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മെയ് 2-ാം തീയതിയാണ് കപ്പലിൽ അവസാനമായി രോഗബാധയെ തുടർന്ന് രോഗി മരണപ്പെടുന്നത്. കപ്പൽ അടുത്ത ദിവസങ്ങളിൽ സ്പെയിനിലെ കാനറി ദ്വീപുകളിൽ അടുപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെ കാനറി ദ്വീപ് പ്രസിഡന്റ് ഫെർണാണ്ടോ ക്ലവിജോ രംഗത്തെത്തി. തദ്ദേശവാസികൾക്ക് ഇത് വലിയ ഭീഷണിയാണെന്നും സ്പെയിൻ സർക്കാർ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ഈ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം ആരോപിച്ചു. എലികളിൽ നിന്നും പടരുന്ന പ്രത്യേകതരം വൈറസാണ് ഹാൻഡ വൈറസ്. ശ്വാസകോശത്തെയും വൃക്കകളെയും ഈ വൈറസ് ബാധ ഗുരുതരമായി ബാധിക്കാം. ആൻഡീസ് വിഭാഗത്തിൽപ്പെട്ട വൈറസ് ആയതിനാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുവാൻ സാധ്യതയുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ ലോകാരോഗ്യ സംഘടനയും വിവിധ രാജ്യങ്ങളിലെ ആരോഗ്യ മന്ത്രാലയങ്ങളും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്.